യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് സപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ ഇന്ന് സിറിയയിലേക്ക് മടങ്ങും. സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം മടങ്ങുന്നത്. പള്ളിത്തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടെന്നും പാത്രിയാർക്കിസ് ബാവ വ്യക്തമാക്കിയിരുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മടക്കം? അശ്വതി, 10 ദിവസത്തെ കേരള സന്ദർശനത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിലേക്ക് എത്തിയത്. വിവിധ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നതിനു വേണ്ടിയിട്ടൊക്കെ തയ്യാറായിരുന്നു. ഇന്നലെ തോമസ് പ്രഥമൻ മാവയുടെ അനുസ്മരണ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. ഒപ്പം സിനഡിലും അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ ഇനി 17-ാം തീയതിയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിന്ന് മടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ സിറിയയിലെ കലാപം അതിരൂക്ഷമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനത്തോടുകൂടിയാണ് ഇപ്പോൾ മടങ്ങുന്നത്. ഇന്ന് രാവിലെ 9:30-ക്കായിരിക്കും അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് മടങ്ങുക. ദുബായിൽ നിന്നും ദമാസ്കസിലേക്കായിരിക്കും അദ്ദേഹം പോവുക. അദ്ദേഹത്തിന്റെ തന്നെ താല്പര്യപ്രകാരമാണ് ഇങ്ങനെ സിറിയയിൽ വളരെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിൽ തനിക്ക് തിരിച്ചു പോകണമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അടിയന്തരമായി അദ്ദേഹം തിരിച്ചുപോയത്. ഇന്നലെ തന്നെ നമുക്കറിയാം, പ്രഥമൻ ബാബയുടെ അനുസ്മരണ ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ സഭാ തർക്കവുമായി പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട സർക്കാർ തന്നെ അതിലൊരു മധ്യസ്ഥത വഹിച്ച ഒരു തീരുമാനമെടുക്കണം. കോടതി വ്യവഹാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും നീളും. അതൊരു പരിഹാരമാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നും മടങ്ങുന്നത്. എന്തായാലും 10 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടായിരുന്നു കേരളത്തിലെത്തിയത്. പക്ഷേ ചില സിറിയയിലെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേരത്തെ മടങ്ങേണ്ടി വന്നത്. ഇന്ന് രാവിലെ 9:30 അദ്ദേഹം ദുബായിലേക്ക് പോകും. അവിടെ നിന്നായിരിക്കും ദമാസ്കസിലേക്ക് തിരിച്ചു മടങ്ങുക. അശ്വതി. ശരി നവമി.